ഇന്നത്തെ ദിവസം നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ് അല്ലേ? അതുകൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്, ഓർത്തു പോകേണ്ടതുണ്ട്. ABVP നേതാവ് വിശാലിന്റെ അല്ലെ വീരബലിദാനത്തിന് ഇന്ന് 12 വയസ്സ് തികയാണ്. 2012 ജൂലൈ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ മതവർഗീയവാദികളുടെ കത്തിമുനയിൽ വിശാൽ കൊല്ലപ്പെട്ടത്. 12 വർഷങ്ങൾക്ക് ശേഷം വിശാൽ വധക്കേസിലെ തുടർ സാക്ഷി വിസ്താരം ഈ മാസം 20 തുടങ്ങും. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിക്കാൻ കോളേജ് കവാടത്തിൽ നിൽക്കവെയാണ് ABVP നേതാവായിരുന്ന വിശാലിന് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ കുത്തേറ്റത്. മാരകായുധങ്ങളുമായി എത്തിയ ക്യാമ്പസ് ഫ്രണ്ട് സംഘം വിശാലിനെയും സുഹൃത്തുക്കളെയും കുത്തി പരിക്കേൽപ്പിച്ചു. ആന്തരികാവയവങ്ങൾക്ക് മാരകമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. സംഭവത്തിൽ നേരിട്ടും ആസൂത്രണം നടത്തിയതുമായ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. പിടികൂടിയ പ്രതികളിൽ പലരും ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് കടന്നു. കൊലപാതകം നടന്ന് 5 വർഷത്തിനു ശേഷമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകമായിരുന്നു വിശാലിന്റേത്. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന വിശാലിന്റെ അച്ഛന്റെ ആവശ്യം അന്നത്തെ LDF സർക്കാർ നിരാകരിച്ചിരുന്നു. എന്നാൽ വിശാലിന്റെ കൊലപാതകത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയർന്നതോടെയാണ് സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചത്. വിശാൽ കൊല്ലപ്പെട്ട് 12 വർഷങ്ങൾക്ക് ശേഷം കേസിലെ തുടർ സാക്ഷി വിസ്താരം ഈ മാസം 20 മുതൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ പുനരാരംഭിക്കും. ജനം, ആലപ്പുഴ.